അസ്സലാമലൈക്കും. ഇന്ന് നമുക്കൊരു ബ്രോക്കോളി ഫ്രൈ തയ്യാറാക്കിയാലോ? അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണത് നോക്കാം. അപ്പോൾ ഞാനൊരു ബ്രോക്കോളിയുടെ പകുതി തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. പകുതി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഒക്കെ ഓരോന്നാണ് എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ബ്രോക്കോളിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. എത്ര വേണ്ടതെന്ന് വെച്ചെങ്കിൽ അത്ര എടുക്കുക. ഞാനിപ്പോൾ ഒരു പകുതി എടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് സവാളയും ഉരുളക്കിഴങ്ങും ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം ബ്രോക്കോളി ഇട്ട് കൊടുത്ത് അതിന് ശേഷം ഉരുളക്കിഴങ്ങ് അല്ലാതെ നീളത്തിൽ തന്നെ അരിഞ്ഞു കൊടുക്കണം കേട്ടോ. അതേപോലെ തന്നെ ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞു കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഒന്ന് ഉപ്പ് ആദ്യം തന്നെ ഇട്ടിട്ടില്ല വെച്ചെങ്കിൽ പിന്നെ വീണ്ടും ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഉപ്പ് ആദ്യം ഇട്ടിട്ടില്ല, പിന്നെയാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ടൊരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്ത് നല്ല തിളച്ച ഉടൻ തന്നെ ഓഫ് ചെയ്യുക. അപ്പം തന്നെ നമുക്ക് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതുപോലെ ചെയ്ത് നോക്ക്. ബട്ടർ ഇടുകയാണെങ്കിൽ ഏറ്റവും ടേസ്റ്റ്. ഇല്ല എന്ന് വിചാരിച്ചാൽ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. വെളിച്ചെണ്ണ അല്ല, ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഇട്ടാൽ. എന്നിട്ട് അതിന് ശേഷം ബട്ടറിലേക്ക് ഒരു 5 ചുള വെളുത്തുള്ളി, ഞാൻ വലുത് തന്നെ എടുത്തിട്ടുള്ളത്, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിട്ട് അതിട്ട് കൊടുക്കുക. തീ ഓഫ് ചെയ്യണം കേട്ടോ. ബട്ടർ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ബട്ടർ കരിഞ്ഞു പോകും. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം സവാള ഇട്ടിട്ട് തീ ഓൺ ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക. ഇത് ചപ്പാത്തിയിലേക്കും അതേപോലെ രാത്രി വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് മാത്രം കഴിച്ചാൽ മതി. ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതേപോലെ ബ്രോക്കോളി മാത്രം തന്നെ കുറച്ച് വെജിറ്റബിൾ കൂടുതൽ വേണമെങ്കിൽ എടുക്കുക. ഇത് അത്യാവശ്യത്തിന് ഉണ്ട് കേട്ടോ. ഒരു പകുതി ബ്രോക്കോളി, അതേപോലെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഓരോന്ന്, സവാള, പിന്നെ വേറെ വെജിറ്റബിൾ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് വേവിച്ച് വെച്ച ബ്രോക്കോളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒക്കെ പാകത്തിനാണ് വെന്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നിങ്ങൾ ഇതേപോലെ ചെയ്തിട്ടൊന്ന് കമൻറ്റ് പറയുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് പച്ചക്കറി വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. ബട്ടറൊക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് ഇത് അധികം നേരമൊന്നും ഇനി വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റൊക്കെ വേവിച്ച് കൊടുത്താൽ മതി. അപ്പം തന്നെ വെന്ത് കിട്ടും. വലിയ കഷ്ണമാണെന്ന് വിചാരിച്ചിട്ട് വേവാതെ ഇരുന്നിട്ടൊന്നുമില്ല. നമ്മൾ ആദ്യം തന്നെ തിളപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഒരു ഉപ്പുണ്ടാന്ന് നോക്കിയിട്ട് ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ പെപ്പർ ഇട്ട് കൊടുക്കുക. ക്രഷ് ചില്ലി ഇട്ട് കൊടുക്കുക. പെപ്പർ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ആവശ്യത്തിനുള്ള പച്ചക്കറിക്കനുസരിച്ച് പെപ്പർ ഇട്ട് കൊടുക്കുക. ഇത് മാത്രം രാത്രി കഴിച്ചാലൊക്കെ നല്ലൊരു ഇതാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അടിപൊളിയാണ് കേട്ടോ ഈ ഒരു സംഭവം. നിങ്ങളും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയേ. ഇതിൽ പിന്നെ കൂടുതലായിട്ട് ഇതൊന്നും ഇടണില്ലല്ലോ. ക്രഷ് ചില്ലി മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ. അതും ആവശ്യത്തിന് ഇനി പെപ്പർ ഇട്ട് കൊടുത്തിട്ട് ക്രഷ് ചില്ലി ഇട്ട് കൊടുക്കണില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ ഒരു 2 മിനിറ്റാണ് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ചോറിലേക്കാണ് കേട്ടോ അതെടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോ ആയിട്ട് കാണാം.